ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ടയും പാലും ഇതുകൊണ്ട് നമ്മളൊരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കണ്ടാൽ മതി, അതുകൊണ്ടാണ് ഞാൻ എന്താ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് അബ്ദൂസ് KTV എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ പറയാനുള്ളത്, നമ്മുടെ ഫേസ്ബുക്ക് പേജ് അബ്ദൂസ് KTV എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫോളോ ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ഓംലേറ്റാണ്. ജസ്റ്റ് നമ്മൾ ഒരു ഓംലേറ്റ് സാധാരണ നമ്മൾ അടിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിലേക്ക് നമ്മൾ വെറൈറ്റി ആയിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ചിട്ട് ഒരു ഓംലേറ്റ് അടിച്ച് നോക്കിയാൽ എങ്ങനെ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ രീതിയും എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കോഴിമുട്ട, പിന്നെ സവാള, പിന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പും, ഇത് മാത്രമാണ്. പിന്നെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. എത്ര സിമ്പിൾ സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് അതുണ്ടാക്കുന്നത്? നമ്മൾ ആദ്യം സവാളയും പച്ചമുളകും അതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി, അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ 2 കോഴിമുട്ടയും നമ്മൾ ഉപയോഗിക്കുന്ന 2 കോഴിമുട്ടയും ഈ ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലവണ്ണം പതപ്പിക്കുക. നല്ലവണ്ണം അടിച്ച് പതപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളെ പാലൊഴിക്കണം. ആ പാല് നല്ലവണ്ണം പത വരണം കേട്ടോ. പത വന്നതിന് ശേഷം മാത്രമേ പാൽ ഒഴിക്കുക. നല്ലവണ്ണം പതപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ ഗ്ലാസ്സിലേക്ക് തന്നെ നമുക്ക് പാല് ഒഴിച്ചു കൊടുക്കും. കുറച്ച് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രം മതി, കൂടുതൽ ഒഴിക്കണ്ട. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രം പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് അത് മിക്സാക്കാം. അത് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കണം. അതിന് നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആ ഫ്രൈ പാൻ നല്ലോണം ചൂടായതിന് ശേഷം ഒരു സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മുട്ട അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുക. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഓംലേറ്റ് റെഡിയാവും. പക്ഷേ ഈ ഓംലേറ്റിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ സാധാരണ നമ്മൾ ഓംലേറ്റ് തിന്നുന്നതിന് ടേസ്റ്റ് ഉണ്ടാവുന്നെങ്കിലും അതിലും കൂടുതൽ വേറൊരു ടേസ്റ്റാണ്. പിന്നെ പറയാനുള്ളത്, നല്ല മയം കിട്ടും ഓംലേറ്റ്. നമ്മളൊക്കെ ഓംലേറ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ഹാർഡായിട്ടല്ല വരിക. അപ്പോൾ അതുണ്ടാവില്ല, നല്ലൊരു മയത്തോട് കൂടിയിട്ടുള്ള ഓംലേറ്റ് നമുക്ക് കിട്ടും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അബ്ദൂസ് KTV എന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്